ഇച്ചായ മാറ്റി 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 ഒരു സംഭവം അറിഞ്ഞില്ല. പവിത്രൻ ഭയങ്കര കള്ളുകൂടിയാന്ന്. ആര് പറഞ്ഞു? ഡേ ഇപ്പൊ സുമിത്ര വിളിച്ച് പറഞ്ഞതാ, എല്ലാ ദിവസവും കള്ളു കുടിച്ച് ബോധമില്ലാതെ വീട്ടിൽ വരുമെന്ന്. സുമിത്ര വെറുതെ പറയുന്ന. അല്ല ഇച്ചായ, സുമിത്ര കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എനിക്കൊരു നേരിയൊരു സൂചന തന്നായിരുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ കള്ളു കുടിച്ചു വരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, ആണുങ്ങളല്ലേ, ഇടക്കിടക്ക് കള്ളു കുടിക്കും, കുഴപ്പമില്ലാന്ന്. ഇപ്പൊ വിളിച്ച് പറയുക ഡെയിലി കള്ളു കുടിച്ച് ബോധമില്ലാതെ വരുമെന്ന്, എന്നിട്ട് ആരോടും ഒന്നും മിണ്ടത്തുമില്ലാന്ന്. ആണോ? പവിത്രൻ ഇങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നാണല്ലോ, ഇതിപ്പോ എവിടെ നിന്ന് വന്നത്? അത് തന്നെ സുമിത്രൻ പറയുന്നത്. സുമിത്രക്കാണെങ്കിൽ ഭയങ്കര വിഷമ. അവള് പറയുക ഞാനും അമ്മച്ചിയും കൂടെ വഴക്ക് കാരണമല്ലേ പവിത്രൻ ഇങ്ങനെ കള്ളു കുടിക്കുന്നതെന്ന്. ആഹാ, അപ്പൊ കാരണം അറിയാല്ലേ? പിന്നെ വഴക്ക് നിർത്തിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. ഇത് മനഃപൂർവ്വമാണോ വഴക്കുണ്ടാക്കുന്നത്? ഈ അമ്മച്ചിയുടെ സ്വഭാവം ഇച്ചാൻ അറിയാലോ, അവർക്കൊന്ന് അടങ്ങിയിരുന്നൂടെ? അവരുടെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? ബെസ്റ്റ്. 10-60 വയസ്സായി ശീലിച്ച ആ സ്വഭാവം മാറ്റുക. ഇവർക്ക് ചെറുപ്പക്കാർക്ക് സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പ്രായമായ ഒരു മൂലക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലൊന്നും ഇടപെടുകയല്ല വേണ്ടത്. അലിസേ, എടി ഒരാൾ വയസ്സാകുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്വഭാവത്തിലൂടെ കടന്നുപോയി ജീവിത അനുഭവത്തിലൂടെ കടന്നു പോയിട്ടാണ് ഈ 60 വയസ്സ് തികയുന്നത്. 60 വയസ്സ് കൊണ്ട് ശീലിച്ച കാര്യങ്ങൾ മാറ്റുന്നതാണോ എളുപ്പം, അതാ ചെറുപ്പക്കാർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ? എടി ചെറുപ്പക്കാർക്ക് മൂത്തവരോടുള്ള ബഹുമാനം കാരണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും. ആലിസേ, ഇങ്ങോട്ട് നോക്കുന്നീ, നമ്മളും വയസ്സാവും, നമുക്കും ഇതുപോലെ ചില ശീലങ്ങളൊക്കെ ഉറച്ചു പോയി. നമ്മൾ 10-60 വയസ്സായി കഴിയുമ്പോഴേക്കും ചെറുപ്പക്കാർ വന്നിട്ട് വേറെന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മൾ അവരോട് മാറാൻ പറയണോ അതോ നമ്മൾ മാറണോ? നമ്മൾ സാധാരണഗതിയിൽ അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ പറയുള്ളൂ. അത് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇച്ചാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചേർത്തില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതമുണ്ട്, മറ്റുള്ളവരുടെ സൗകര്യത്തിന് ജീവിക്കാൻ പറ്റുമോ? എന്നാ എങ്ങനെയായിരിക്കും? എന്നെങ്കിൽ അങ്ങനെ ഇരിക്കും. കാര്യം പറയട്ടെടി, പറ. ഇനിയിപ്പോ പവിത്രനുണ്ടല്ലോ, ഈ കുടി സ്ഥിരം ശീലമാക്കും. കാശ് പോവും, ആരോഗ്യം പോവും, മാനം പോവും. മനസ്സിലായ? എടി ഈ സുമിത്രയും അമ്മയും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാ? പവിത്രനാണല്ലോ, അല്ലേ? പവിത്രനോട് ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലേ ഈ സുമിത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ തന്നെ ഇച്ചായന്റെ എന്തോരം സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്.